നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ വേദിയിൽ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ അതിഥികൾക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാവുന്നതാണ്. ഇനി ഈ വേദിയിൽ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. നമ്മുടെ നാടിന്റെ വാനമ്പാടിയായിട്ടുള്ള നളിനി ചേച്ചിയെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നളിനി ചേച്ചിയെ നല്ലൊരു സ്വാഗതം ചെയ്യാം. ഫോട്ടോ ഏട്ടാ. അവിടെ പോയിരിക്കും. അങ്ങോട്ട് പോ. പുഴയോരത്തിൽ പൂന്തോണിയെത്തില, പുഴയോരത്തിൽ പൂന്തോണിയെത്തില, മന്ദാരം പൂക്കും മറുതീരത്താരോ പുന്നാകം പൂക്കും. ഒന്ന് പിടിച്ചോണ്ട് പോടാ ഇവനെ. ആരാനും കണ്ടോ ദൂരെ പൂത്തോണി, പുഴയോരത്തിൽ പൂന്തോണിയെത്തില, പുഴയോരത്തിൽ പൂന്തോണിയെത്തില. താങ്ക് യു വെരി മച്ച്. ഒരു സ്ഥലത്തുണ്ട്. നന്ദി, നമസ്കാരം. ഇനി മേലെ വല്ല സ്ഥലത്ത് പോകുമ്പോ എന്നെ ഇങ്ങനെ അപമാനിക്കാൻ വന്നാലുണ്ടല്ലോ, എപ്പോഴും നിന്റെ പ്രശ്നം അതാ. എന്നെ ഒന്ന് ഫേമസ് ആവാൻ സമ്മതിക്കും. നന്നായിട്ടൊന്ന് പാടി വന്നായിരുന്നു. അമ്മ ഒന്നോട് പഠിക്കും, ഞാൻ വേറെ സ്ഥലം ഇടാം. നന്നായി ഹരി, നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ ഇത്. മോളെ ഇതൊന്ന് നോക്കി. ഇവരിവിടെ എന്തൊക്കെയോ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയാ പോരെ? മതി രാമകൃഷ്ണേട്ടാ, നമുക്ക് രാത്രിയാകുമ്പോഴേക്കും പരശുരാമ ക്ഷേത്രത്തിലെത്തിയാ പോരെ, അത് കുഴപ്പമില്ല. ഇനി നടക്കുന്നത് നമ്മുടെ നാടൻ കലാമത്സരങ്ങൾ. ആദ്യമായി സ്ത്രീകൾക്കായുള്ള നാരങ്ങ സ്പൂൺ മത്സരം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നതാണ്. രമേശ, മോനെ ഇതൊന്ന് അകത്തോട്ട് വെച്ചേ. മോളെ നീയും കൂടി ഇനി വന്ന് പങ്കെടുക്ക. വാ മോളെ. അമ്മാവാ, അതൊന്നും വേണ്ട. ഇവളെ പോലുള്ളവരൊന്നും ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പങ്കെടുക്കും. ഇവളെ പങ്കെടുപ്പിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. വീണ്ടും ആവേശോജ്വലമായ ഒരു മത്സരത്തിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ പോരാട്ട വീര്യം നിശ്ചയിക്കുന്ന നമ്മുടെ തനതായ മത്സരം. വേണു മൂഡ് ഓഫ് ആണല്ലേ? അരിയില്ലാത്തോണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇവര് പോയില്ലേ? എടാ, നിങ്ങൾ പോയില്ലേ? ഇല്ല, ഇതുകൂടി കഴിഞ്ഞിട്ട് പോകാന്ന് കരുതി. അതേതായാലും നന്നായി. എടാ, പരിപാടി തുടങ്ങാറായി, നമുക്ക് അങ്ങോട്ട് വാ. വേണ്ട, വീണ തോറ്റുപോയ പിന്നെ അതിന്റെ കാരണക്കാർ കൂടി നമ്മളാവും. എന്താടാ? ഇന്നലെ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിയതല്ലേ, കുറച്ച് നേരമായിട്ടൊരു ജലദോഷമുണ്ട്. ഇവിടുത്തെ പൊടിയധികം പറ്റുന്നില്ല. വാശിയേറിയ ലെമൺ സ്പൂൺ റേസിന് ശേഷം ഈ നാട്ടിലെ ആൺപ്രജകൾക്ക് വേണ്ടി ഒരു തീ പോർന്ന മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. ഇറുക്കി അടച്ച കണ്ണുമായി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ പൊട്ടുകുത്തുന്ന സുന്ദരിക്ക് പൊട്ടുകുത്തൽ.
ഗീതച്ചി എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. എടാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. മാമാ എനിക്ക് വേണ്ട, നീ പോയി കുടിച്ചിട്ട് വാ. പ്രസിഡന്റ് എനിക്കും വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങളിപ്പോ വരാം. ആ വാ. എന്തായാലും പരിപാടി നന്നായിരിക്കും. നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പുരുഷ കേസരികളുടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ സുന്ദരി ചിത്രം ഇതാ. അത് അമ്മയുടെ ഫോട്ടോയാണോ? അതെ, നിത്യ. നിത്യ സുജാതെ, സുജാതെ, ദേ നമ്മുടെ മോള്. ശരി തന്നെ സാറേ, അത് നിത്യമേടത്തോടെ ഫോട്ടോ താ. ആരോട് ചോദിച്ചിട്ട് ഈ ഫോട്ടോ അവർ വെച്ചിരിക്കുന്നത്? അവര് വീട്ടിൽ വന്നപ്പോ മോളുടെ ഒരു ഫോട്ടോ ചോദിച്ചു. ഞാൻ കരുതി ഈ അവാർഡിന്റെ കാര്യത്തിന് നോട്ടീസിലോ മറ്റോ വെക്കാനായിരിക്കും. ഇതിനാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിനായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ മോളെ? മത്സരത്തിന്റെ പേര് തന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നല്ലേ? ഇവിടെ ഇപ്പോ നിന്നേക്കാൾ സുന്ദരി വേറെ ആരാ ഉള്ളത്? ഓ, അമ്മയ്ക്ക് നിത്യേച്ചയെ പുകഴ്ത്താൻ ഒരു കാരണം കിട്ടിയല്ലേ? ഇതാ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരം ആരംഭിക്കുന്നു. ആദ്യമായി കണ്ണുകെട്ടി പൊട്ടുകുത്താൻ വരുന്നു ശ്യാം. ആ ചേച്ചി വന്നു. ആരെങ്കിലും ഒന്ന് പുള്ളിയെ ഒന്ന് കറക്കി കൊടുത്തേ. ഞാൻ തന്നെ വരാം. ആ കറങ്ങിക്കേ കറങ്ങിക്കേ. ആ കറങ്ങിക്കോ. ആ നടന്നോ. നേരെ നടക്കേ. ഇതെങ്ങോട്ടാ പോണേ? കുത്തിക്കോ. കുത്ത്. എന്തേ കാണിക്കണത്? കുത്തിക്കോ. ബിജുവാ. ഓക്കെ, അടുത്തതായിട്ട് ഷാമിന് ശേഷം അടുത്തതായിട്ട് സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് എത്തുന്നത് നമ്മുടെ ബിജു ആണ്. ഒന്ന് കറിയൂ. നടന്നോ നടന്നോ. അമ്മേ, ഞാനിവിടെ നിത്യക്ക് പൊട്ടുകുത്തട്ടെ? വേണ്ട, നീ ഇവിടെ മിണ്ടാണ്ടിരുന്ന് നോക്കിയാ മതി. ഞാൻ കുത്തും, എനിക്കും കൂത്തണം. ഇതെവിടേക്കാണ് കൊണ്ടുപോണത്? ആ കറക്റ്റ്.
ഇനി ഒന്ന് കണ്ണടിച്ചൊന്ന് നോക്കിക്കേ, എവിടെ കുത്തിയതൊന്ന് നോക്കിക്കേ. എങ്ങനെയുണ്ട്? കറക്റ്റല്ലേ? ആ നോക്കോ. ഓക്കെ. ആ വിമല, വിമല ആരെങ്കിലും കണ്ണൊത്തി കൊടുത്തേ. ആരെങ്കിലും ഒന്ന് നോക്കണം മോനെ. വാ വാ വാ. എവിടെ ആ തുണി ഇങ്ങതാ, ഞാൻ കെട്ടി കൊടുക്കാം. ഓക്കെ. കണ്ണട മാച്ചി. ആ ഓക്കെ. കൈയടിക്ക്. അയ്യോ മോനെ സൂക്ഷിച്ചിട്ടാ. എന്തത് അങ്ങോട്ട്? ആ നേരെ മുന്നാണെന്നോ? ആ മുന്നോട്ട്, പുറകിലോട്ടല്ല. ആ നേരെ ആണെന്നോ? നേരെ മുന്നാണെന്നോ? ആക്ഷൻ കാണിക്കാണ്ട് കുത്തുമല്ലേ? ആ കുത്തിക്കോ. ആ കറക്റ്റ്. ആ ഒന്ന് കുത്തുമല്ലേ? ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ കുത്തിയിട്ടുണ്ട്. വിമലെ കണ്ണടിച്ച് നോക്കിക്കോ. വേറെ സ്ഥലത്തായി പോയി. പൊക്കോ പൊക്കോ. ആ സാരമില്ല പോട്ട്. സാരമില്ല നമുക്ക്. അടുത്തതായി നമ്മുടെ സുജിത്താണ് എത്തിയിരിക്കുന്നത്. സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് അടുത്തതായിട്ട് സുജിത്ത്. ഒന്ന് കളഞ്ഞോ. ആ പൊക്കോ. കൈയടിക്ക്. പൊക്കോ. അങ്ങനെ 3 മത്സരാർത്ഥികൾക്ക് ശേഷം 4ാമത്തെ നമ്മുടെ സുജിത്താണ് എത്തിയിരിക്കുന്നത്. കുത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ അടിപൊളി. സുജിത്തെ കലക്കി. നോക്ക് എവിടെയാണ് കുത്തിയെന്നുള്ളത് നോക്ക്. ഇങ്ങനെ നിന്നാ മതിയാ. ഒന്ന് കൈയടിച്ചേ. അങ്ങനെ നമ്മുടെ വാശിയേറിയ സുന്ദരിക്ക് മത്സരത്തിൽ സുജിത്ത് കൃത്യമായിട്ട് കുത്തിയിരിക്കുകയാണ്. നിന്റെ നെറ്റി അവന് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കൈയടിച്ചേ. അങ്ങനെ ഈ ഒരു മത്സരത്തിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഉറിയടിക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നതാണ്. ആ നടന്നോ. ആ അയ്യോ ഭാഗ്യ ഉരിയടി தெரியாதா? നല്ല അസലി ചായ അല്ലടാ. അവര് വന്നല്ലോ. ചായ കുടിച്ചോ. വാശിയേറിയ ഉറിയടി മത്സരമാണ് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. ഹരി മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ലേ? അയ്യോ ഞാനില്ലേ ചേച്ചി. അത് പറഞ്ഞാൻ പറ്റില്ല. ഹരി പങ്കെടുത്തേ പറ്റൂ. അവര് നിർബന്ധിക്കുന്നല്ലടാ. നീയും കൂടെ അങ്ങോട്ട് ചെല്ല്. എടാ ഇവിടെ നല്ല പൊടിയാ, ഞാൻ തുമ്മിച്ചാവും. ഈ തോർത്ത് വെച്ചോ, എന്നിട്ട് ചെല്ല്. ആ അത് നല്ല പരിപാടിയാ. അതെ ഹരി. ചെല്ലടാ. ചെല്ല്. ചെല്ലി ഹരി. പക്ഷേ ഇന്നത്തെ ഉറിയടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ഉറിയടിക്കാൻ പോവുകയാണ്. നമ്മുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാല് ആരെങ്കിലും നമ്മുടെ ഉറി അടിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും ഉപദ്രവിച്ചാൽ അവർ റൗണ്ടിൽ നിന്നും പുറത്താകും. അതുപോലെ തന്നെ നമ്മുടെ റെഫറിയുടെ സൗണ്ട് വിസിലടി ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോവാം. വാശിയേറിയ ഉറിയടി മത്സരം ആരംഭിക്കുന്നു.